മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണ പ്രഗ്നൻ്റ് ആണെന്ന് കരുതി ഉണ്ണി നിയന്ത്രണം വിട്ട് പറഞ്ഞ കാര്യങ്ങളെ ചൊല്ലി കരുണയും ഉണ്ണിയും തമ്മിൽ തർക്കത്തിലാകുന്നു. മാത്രമല്ല കരുണ കൈവീശി പബ്ലിക്കായിട്ട് ഉണ്ണിയുടെ കരണത്ത് അടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കമലേശ്വരം തറവാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്നും എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയാൽ മതിയെന്ന് വാശിപ്പുറത്ത് കരുണയാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ണിയുടെ കവളത്ത് കാണുന്ന ആ പാട് കരുണ അടിച്ചാണെന്ന് മനസ്സിലാകുന്നുണ്ട് മോഹിനിയമ്മ. അപ്പം മോഹിനിയമ്മ കാര്യം തിരക്കുമ്പം എന്തായാലും അമ്മയോട് ആ കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല, മോള് ശാന്തമാകുമ്പോൾ മോളോട് തന്നെ ചോദിച്ചറിയുക. എന്തായാലും അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞാലും അമ്മയും കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഉണ്ണിയാണെങ്കിൽ അല്പം ദേഷ്യത്തോടെ തന്നെ പോകുന്നു. കാരണം പബ്ലിക്കായിട്ട് കരുണ മുഖത്തടിച്ചതിൻ്റെ ദേഷ്യം പുള്ളിക്കാരന് നന്നായിട്ടുണ്ട്. ഒറ്റയ്ക്ക് തിരികെ ഉണ്ണി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യം തിരക്കുമ്പം ഉണ്ണിയാണെങ്കിൽ വിട്ടൊന്നും പറയുന്നില്ല. ആ സമയത്ത് കരുണയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന ദുർഗയാണെങ്കിൽ ദുർഗയും കലിയോടെ ഒരടിയാണെങ്കിൽ ഉണ്ണിയുടെ കവളത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീയാണെങ്കിൽ ഇപ്പോഴും കണ്ണൻ്റെ ദാസനാണെന്ന കാര്യം മറക്കണ്ട, കാരണം കണ്ണൻ സ്വത്തുക്കളൊന്നും നിനക്ക് തന്നിട്ടില്ല. കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണ് കരുണമോള്. അവളുടെ സ്വത്ത് കണ്ടിട്ട് വേണം ഇനിയും നമുക്ക് ജീവിക്കാൻ. കാരണം മറ്റേത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. കരുണമോളുടെ കാര്യത്തിൽ അങ്ങനല്ല. അങ്ങനെ പറഞ്ഞിട്ട് എന്താ അമ്മ കാര്യം? കുറേ സ്വത്തും പണവും ഒക്കെ തന്നിട്ടുണ്ട്, അതെല്ലാം ബാങ്കിലും ലോക്കറിലും ഒക്കെയാണ്. എനിക്ക് എൻ്റെ പിശുക്കത്തരമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. പബ്ലിക്കായിട്ട് എന്നെ അടിച്ച് അവളുടെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയിലാണെങ്കിൽ ഉണ്ണി പോകുമ്പോഴത്തേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെ അവളെ പിണക്കം മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇനി അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം കരുണ വാശിപ്പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് മോഹിനിയമ്മ കാര്യം തിരക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് കരുണയും. അപ്പോഴത്തേക്കും മോഹിനിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും മോഹിനിയമ്മ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. ഇപ്പം നീ അവൻ്റെ കരണത്തടിച്ച് പുറത്താക്കിയതുപോലെ അവൻ നിൻ്റെ കരണത്താണ് അടിച്ച് പുറത്താക്കേണ്ടത്. കാരണം നിൻ്റെ അച്ഛനാണ് അവൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു ഉണ്ടാകേണ്ടേ. അമ്മ എന്താ പറയുന്നത്? അങ്ങനെ നടന്ന കാര്യങ്ങൾ 5 വയസ്സിൽ മഹാലക്ഷ്മി കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പം സത്യം അറിയാൻ വേണ്ടിയിട്ട് അച്ഛനെയും മുത്തശ്ശിയും കണ്ട് കാര്യം തിരക്കി വരുന്നു. അപ്പോഴത്തേക്കും അച്ഛനും മുത്തശ്ശിയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവളൊരു രാക്ഷസിയാണ്, ആരുടെയും പറയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളോട് ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറച്ചു വെച്ച് കഴിഞ്ഞാൽ അവളിത് ആരുടെയൊക്കെ പറയുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി മോളെ എന്ന് പ്രതാപനും സമ്മതിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു. ഈ സത്യങ്ങളും കാണാം. ഒരു പക്ഷേ ഉണ്ണിയേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ണിയേട്ടനായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലായിരുന്നു. അച്ഛൻ കൊന്ന ഒരാളുടെ മകനെയും കൊണ്ടാണോ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? അച്ഛൻ എങ്ങനെ ഇങ്ങനെ ക്രൂരനാകാൻ സാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ മോളെ. പിന്നെ മഹാലക്ഷ്മി 5 വയസ്സിൽ കണ്ട കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുന്നെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും മോള് ഉണ്ണിമോനോട് ഈ കാര്യമൊന്നും പറയാൻ പോകണ്ട എന്ന് പറയുമ്പം ഞാൻ എങ്ങനെ പറയും? അല്ലെങ്കിലും എൻ്റെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം അതറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. എന്തായാലും അമ്മ പറഞ്ഞിരിക്കുന്നത് ഉണ്ണിയേട്ടനും കണ്ണേട്ടനും ഒരു സത്യം അറിയില്ലെന്നാ. അങ്ങനെ ആകെ തകർന്ന് വിഷമത്തോടെ തിരിച്ച് കരുണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ മോഹിനിയമ്മയാണെങ്കിൽ ഉണ്ണിയെ തിരികെ കരുണാലയത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. കരുണമോളുടെ പിണക്കമൊക്കെ മാറിയെന്നും കരുണമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ മോൻ വന്നോളാൻ പറയുമ്പോഴത്തേക്കും ഉണ്ണിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ പറയുന്ന സത്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് ചോദിക്കുമ്പം അല്ല മോനെ, ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും മോൾ വാശിയൊന്നും കാണിക്കില്ല. എൻ്റെ മോളുടെ ജീവിതം അങ്ങനെ നശിച്ചു പോകാൻ ഏതെങ്കിലും ഒരു അമ്മ ആഗ്രഹിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ചാണെങ്കിൽ ഉണ്ണി കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന കരുണയെ ഉണ്ണിയാണെങ്കിൽ നോക്കുന്നു. അന്നേരം ഉണ്ണിയെ കണ്ടിട്ട് പഴയ കണക്ക് ദേഷ്യപ്പെടാനൊന്നും കരുണയ്ക്ക് പറ്റുന്നില്ല. കാരണം ഉണ്ണിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആകാൻ കാരണം എൻ്റെ അച്ഛനാണ്. ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഉണ്ണിയേട്ടൻ ഇതുപോലെ ദാസനായിട്ട് ഒരു സമ്പത്തും ആസ്തിയില്ലാതെ ഇത്രയും ദരിദ്രനായിട്ട് ജീവിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ അമ്മയും സഹോദരിയും ഉണ്ണിയേട്ടനും ഒക്കെ ഇങ്ങനെ ജീവിക്കാൻ കാരണക്കാരൻ എൻ്റെ അച്ഛനാണെന്നുള്ള തിരിച്ചറിവ് കരുണയെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ച് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോയതുപോലെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് കരുണയും ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല മോനെ, അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയ പോലെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകില്ലെന്ന് ഈ അമ്മ വാക്ക് തരുന്നെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, അമ്മ പറഞ്ഞെങ്കിലും എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. കാരണം കരുണയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു ദേഷ്യം മനസ്സിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ വിട്ടുകളയുന്ന ആളല്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് വാക്ക് കൊടുത്ത് കരുണയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഉണ്ണിയോട് താൻ കൂടെ വരുന്നില്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ഒരുങ്ങി ചെല്ലുന്നുണ്ട്. അങ്ങനെ പാതി വഴി എത്തുമ്പോഴത്തേക്കും കരുണ പറയുന്നു,
വണ്ടി ഒന്ന് നിർത്ത് ഉണ്ണിയേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ച് ഉണ്ണി വന്ന് നിൽക്കുന്ന സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ആ ഒരു കാര്യമാണ് മനസ്സിലിരിക്കുന്നത്. അതായത് ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അതുപോലെ കണ്ണേട്ടനും സഞ്ചരിച്ച ബുള്ളറ്റിലേക്ക് തൻ്റെ അച്ഛൻ ലോറി പാഞ്ഞു കയറ്റിയതും അത് കാരണമാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചെന്നുള്ളൊരു സങ്കടം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അന്ന് ഉണ്ണിയേട്ടൻ്റെ അച്ഛനും കണ്ണേട്ടനും സഞ്ചരിച്ച ആ ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയാണല്ലോ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചേ. അതെ, എന്നാലും ആ ദുഷ്ടനായ ലോറിക്കാരൻ ആരാണെന്നുള്ള സത്യം കണ്ടുപിടിക്കാനായില്ലേ? ഇല്ല. അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത്? ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. ഞാൻ വിചാരിച്ച് കുഞ്ഞുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വണ്ടി ഒതുക്കിയെന്ന്. അല്ല ഉണ്ണിയേട്ടാ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല നിനക്ക് എന്ത് പറ്റി എന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടൻ്റെ അമ്മയൊന്നും ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ടാണ് ഉണ്ണിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന്. അത് പിന്നെ പറയേണ്ടതുണ്ടോ? എൻ്റെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഈ ഗതികേടൊന്നും വരില്ലായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കും കരുണയ്ക്ക് വീണ്ടും സങ്കടമാകുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി കമലേശ്വരത്തേക്ക് വരുമ്പോഴത്തേക്കും ദുർഗയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ കരുണയെ ഓടിപ്പോയി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ പൊന്നു മോളെ, നീ ഇനി വരില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിൻ്റെ അമ്മ ഉണ്ണിയെ വിളിച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. മോള് വന്നല്ലോ. അല്ല മോളെ, മോളുടെ വീടും പറമ്പും ഒക്കെ ആരുടെ പേരിലാ? അമ്മയുടെയും അച്ഛൻ്റെയും പേരിനല്ലേ? അതെ. ഒരു കാരണവശാലും ഇനി അതങ്ങനെ ഇട്ടേക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മോളുടെ പേരിലാക്കാൻ നോക്കണം. എല്ലാം നഷ്ടപ്പെട്ട ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ അമ്മയുടെ വീതം വേണമെങ്കിൽ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് മോൾ അതെല്ലാം കൈക്കലാക്കണമെന്ന് ഉപദേശിക്കുന്ന സമയത്ത് അതിലല്പം വാസ്തവം ഉണ്ടെന്നുള്ള രൂപത്തിൽ കരുണയാണെങ്കിൽ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്.